ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹിമാലയൻ മൂസ. അപ്പോൾ എൻ്റെ എല്ലാ മച്ചന്മാർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മച്ചന്മാരെ, ഇപ്പോൾ ഞാനുള്ളത് ഹാൻലെ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഉംലിംഗിൽ പോകാനായിട്ടാണ് ഇറങ്ങിയത്. കഴിഞ്ഞ ദിവസം ലേയിൽ നിന്ന് നമ്മൾ ഈ ഒരു സ്ഥലത്ത് വന്ന് ടെൻ്റ് അടിച്ച് താമസിച്ച് സെറ്റായിരുന്നു കേട്ടോ. പെർ ഹെഡ് റൂമിന് ഒരാൾ 1500 രൂപ വെച്ച് ചോദിച്ചപ്പോൾ നമ്മൾ ആ ഒരു ഫണ്ട് കൊടുക്കേണ്ട, നമ്മളെ കയ്യിൽ ടെൻ്റ് ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു ഗ്രൗണ്ടിൽ വന്ന് ടെൻ്റ് ചെയ്ത് കിടക്കുകയാണ് ചെയ്തത്. ഫുഡൊക്കെ നമ്മൾ പുറത്തുനിന്ന് കഴിച്ച് കേട്ടോ. എന്നിട്ട് ഇന്ന് രാവിലെ നമ്മൾ ഏർലി മോർണിംഗ് ഉംലിംഗിലേക്ക് പോവുകയാണ്. ഇപ്പോൾ കുറച്ചൊരു ബ്രീത്തിങ് ഇഷ്യൂ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അയ്യോ, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കിതയ്ക്കുന്നത്. കാരണം നല്ല തണുപ്പായിരുന്നു രാവിലെ ഇറങ്ങിയ സമയത്ത്. അതുകൊണ്ട് 5 ലെയർ തെർമൽസൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ നെക്ക് പ്രൊട്ടക്ടറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം എല്ലാം കൂടെ ആയപ്പം ഒരു ശ്വാസം മുട്ടൽ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഹെൽമെറ്റ് വൈസറും കൂടെ അടച്ചിരിക്കുന്നതുകൊണ്ട് അതും ഒരു ശ്വാസം മുട്ടലിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് 92 കിലോമീറ്ററാണ് നമുക്ക് ഉംലിംഗിലേക്കുള്ളത്. അപ്പോൾ പോകുന്ന വഴിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ചാനലിലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം എല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുന്ന സമയം. ഉംലിംഗിലേക്ക് ഏകദേശം ഒരു 32 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ ഒരു പാലം കയറി വേണം നമുക്ക് മുന്നിലേക്ക് പോകാനായിട്ട്. നമ്മൾ വരുന്ന വഴിക്ക് ഇതാ ഇവിടെ ഒരു കഫേ കണ്ടിട്ട് ഈ ഒരു കഫേയിൽ കയറി ചായ കുടിക്കാമെന്ന് വിചാരിച്ച്. എന്തോ ഓ ബ്രെഡ് ടോസ്റ്റ്. ഇത്തവണത്തെ നമ്മുടെ ഈ ഒരു ഓൾ ഇന്ത്യ റൈഡിൽ അല്ലെങ്കിൽ K2K റൈഡിൻ്റെ മെയിൻ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ഉംലിംഗിലെ തന്നെയാണ്. കാരണം കഴിഞ്ഞ 2 വട്ടം ഞാൻ ഓൾ ഇന്ത്യ എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടും എനിക്ക് ഉംലിംഗിലെയോ കർദുംഗിലെയോ ഈ ലഡാക്കിലോട്ട് പോലും കയറാൻ പറ്റിയിട്ടില്ലായിരുന്നു. അത്രയ്ക്ക് സ്നോഫോളും കണ്ടീഷനൊക്കെ ഭയങ്കര മോശമായിരുന്നു. അപ്പം ആ ഒരു കാര്യം പറഞ്ഞ് ഒരുപാട് പേര് എന്നെ കളിയാക്കിയിട്ടുണ്ട്. എൻ്റെ വീഡിയോയുടെ താഴേക്ക് ഒരുപാട് പേര് അങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്നെ വേദനിപ്പിക്കുന്ന രീതിയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവരുടെ അടുത്തൊന്നും എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. കാരണം ഇങ്ങനെ ഒരു യാത്ര ഇറങ്ങുന്ന സമയത്ത് പലതും നമ്മൾ നേരിടേണ്ടി വരും, പല പ്രശ്നങ്ങളും നമ്മൾ നേരിടേണ്ടി വരും. അപ്പോൾ അതൊക്കെ തരണം ചെയ്ത് വേണം ഓരോ തവണ നമ്മൾ ഓരോ ഡെസ്റ്റിനേഷനിൽ എത്താനായിട്ട്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരിക്കലും നമ്മൾ ഇതേപോലെ റൈഡ് ചെയ്യുന്ന റൈഡേഴ്സിനെ അപമാനിച്ചോ അല്ലെങ്കിൽ അവരെ വേദനിപ്പിച്ചോ ഒരു കാര്യം പറയരുത്. കാരണം അത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ റൈഡറും അവരുടെ സ്വപ്നമായ ഇതേപോലുള്ള ഹൈ പാസുകളിലേക്ക് വരുന്നത്. ഈ ഒരു റൂട്ടിൽ കൂടെ ഒക്കെ പോകുമ്പം എൻ്റെ അടുത്ത സുഹൃത്തായ നമ്മുടെ ചാർലിയുടെ കാര്യം ഓർമ്മ വരുന്നു. ഞാനിപ്പോൾ ഗ്രൂപ്പായിട്ട് വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ടെൻഷനോ പേടിയോ അങ്ങനെ ഒന്നുമില്ല. ഒറ്റയ്ക്ക് വരുമ്പോഴും അത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ വണ്ടിക്കൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഉണ്ടാവത്തില്ല. പക്ഷേ ചാർലിയെ സമ്മതിച്ചേ പറ്റൂ. അവൻ്റെ ആ ഒരു 220 കൊണ്ട് ഈ ഒരു ഹൈ പാസുകളൊക്കെ കവർ ചെയ്യുമെന്ന് പറയുമ്പം, അതും സോളോ ആയിട്ട് കവർ ചെയ്യുമെന്ന് പറയുമ്പം, ഹാറ്റ്സ് ഓഫ് ടു മാൻ. നമ്മുടെ ലൈഫിൽ നമ്മൾ നേടുന്ന ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റുകളിൽ ഒന്നായിരിക്കും ഈ ഒരു പാസ് നമ്മുടെ സ്വന്തം ബൈക്കിൽ അവിടെ എത്തുമ്പോൾ കിട്ടുന്ന കേട്ടോ. പലരും ചോദിക്കാറുണ്ട്, നിനക്ക് വട്ടാണോ, നിനക്ക് ഭ്രാന്താണോ ഇത്രയും റിസ്ക് എടുത്ത് ഇതേപോലുള്ള ഏരിയയിലൊക്കെ റൈഡ് ചെയ്യാനായിട്ടെന്ന്. പക്ഷേ അവർക്കറിയില്ല നമ്മൾ നേടുന്നത് എന്താണെന്ന്. നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ കാര്യങ്ങളുടെ ആ ഒരു ഓർമ്മ അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പം അതാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് കേട്ടോ. ഒരുപാട് റിസ്ക് എടുത്ത്, ഒരുപാട് എഫേർട്ട് എടുത്ത്, ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത്, ഒരുപാട് മണി സ്പെൻഡ് ചെയ്ത് എല്ലാം ചെയ്ത് ഈ ഒരു സ്ഥലത്തെത്തും. അത് എനിക്ക് മറ്റൊരാളെ കാണിക്കാതെ വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാം. പക്ഷേ
ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവരും കൂടെ ഒരു പ്രചോദനമാവണം എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. ഈ വീഡിയോ കാണുന്ന ഒരു 10 പേരാണെങ്കിലും ആ 10 പേരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ ഫുൾഫിൽഡാണ്. നമ്മളെ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ എത്ര പേര് ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്? ലഡാക്ക്, മണാലി, കർദുംഗ്ല, ഉംലിംഗ്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിസിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് സേവ് ചെയ്ത് തുടങ്ങിക്കോ. ഒരു മാസം ഒരു 5000 രൂപ വെച്ച് നിങ്ങൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1.5 വർഷം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റും. ആ ഒരു എമൗണ്ട് കൊണ്ട് നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഈസി ആയിട്ട് വരാൻ പറ്റും. ഒരു 30 മൈലേജൊക്കെ കിട്ടുന്നൊരു ബൈക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട, ധൈര്യമായിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റും. വാവ്, കേരള ഒഫീഷ്യൽ കേരള എന്നൊക്കെ ആരോ സ്പ്രേ പെയിൻ്റ് കൊണ്ട് എഴുതിയിരിക്കുന്നത് കേട്ടോ. കൊള്ളാം, മലയാളികൾ വരാത്ത സ്ഥലമോ. ഗൈസ്, അങ്ങ് ദൂരെ എനിക്കൊരു ബോർഡ് കാണാൻ പറ്റുന്നുണ്ട്. ഐ തിങ്ക് ദാറ്റ്സ് ഉംലിംഗ്ല ദ ഹൈപാസ്. അവിടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സി ഗൈസ്, 1 കിലോമീറ്ററും കൂടി ഉംലിംഗ്ല എത്താനായിട്ട്. വാവ്, ലൈക്ക് ഐ സെഡ്, അതാണ് ആ പോയിന്റ്. ഓ മൈ ഗോഡ്, നമ്മുടെ ആ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ അടുത്തോട്ടിരിക്കുകയാണ്. വെറും 1 കിലോമീറ്റർ മാത്രം to the Umlingla. Yes we are here at Umlingla. Yes, the highest motorable road in the world. Umlingla. Oh my god, we are here. Umlingla. Yes. Anyway, we did it. Oh my god. Umlingla 19,024 അടി ഉയരെ മൗണ്ടൻ എവറസ്റ്റ് ബേസ് ക്യാമ്പിനെ കാട്ടി ഉയരെ. We did it. അങ്ങനെ ഉംലിംഗ്ലയിൽ നിന്നും നമ്മൾ ദിഷ്കിന്ദിലേക്ക് ദിഷ്കിന്ദല്ല ദംചോക്കിലേക്ക് പോവുകയാണ്. ഓക്കെ, സോ we did it guys, we did it. Wow. ഇനി ഇവിടെ നിന്ന് ഏകദേശം ഒരു 45 കിലോമീറ്റർ ഉണ്ടെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് ഓൺലി അബൌട്ട് 23 കിലോമീറ്റേഴ്സ് ഫ്രം ഹിയർ ടു ദംചോക്ക്. ഞാൻ എല്ലാവർക്കും നന്ദി പറഞ്ഞു. ഞാൻ നന്ദി പറയാൻ വിട്ടുപോയ ഒരാളുണ്ട്. എൻ്റെ ലൈക്ക് ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇന്ന് ഞാൻ ഈ ഒരു പ്ലേസിൽ എത്തത്തില്ലായിരുന്നു. ഒരുപാട് സന്തോഷം. ഇവൻ മുത്താണ്. 2 വട്ടം ഇവനെ ഞാൻ സെയിൽ ചെയ്യാൻ നോക്കിയതാണ്, ബട്ട് അത് നടന്നില്ല. സോ 3 വട്ടം ഞാൻ ഓൾ ഇന്ത്യ എന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്. ഇവൻ്റെ മേലിൽ ഏകദേശം 70,000 കിലോമീറ്റർ ഞാൻ ഇവനിൽ കറങ്ങി. എന്നെ 1-2 വട്ടമൊക്കെ വഴിയിലാക്കിയിട്ടുണ്ടെങ്കിലും ഒരിക്കലും എൻ്റെ വലിയ റൈഡുകളിലൊന്നും എന്നെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല. ഞാൻ അവനെ പൊന്നുപോലെയാണ് നോക്കുന്നത്. ഞാൻ കഴിച്ചില്ലെങ്കിലും ഞാൻ കുടിച്ചില്ലെങ്കിലും ഇവന് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. ദംചോക്കിലേക്കുള്ള ഇരുമ്പ് പാലം. വാവ്, നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. അടിപൊളി. വാവ്. ഇനി ദംചോക്ക് എത്താനായിട്ട് 12 കിലോമീറ്റർ കേട്ടോ. ഇതാ നോക്ക്, പഴയ കാല കെട്ടിടങ്ങളാണ് കേട്ടോ. റേഷൻ സ്റ്റോർ. ഇവിടേക്ക് ഇപ്പോഴും ആൾക്കാർ താമസിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ ഭൂമിയിൽ ഏതെല്ലാം സ്ഥലത്ത് എവിടെയെല്ലാം ആൾക്കാർ ജീവിക്കുന്നെന്ന്, എങ്ങനെയൊക്കെ ആൾക്കാർ ജീവിക്കുന്നെന്നും. അപ്പം അതിനർത്ഥം നമ്മൾ ഈ ഭൂമിയിൽ ഒന്നുമല്ല, നമ്മൾക്ക് വെറും ഒരു കണിക മാത്രം.
അത്രത്തോളം നിസ്സാരരാണ് ഓരോ മനുഷ്യരും. എന്നിട്ടാണ് ഓരോരുത്തരും ഓരോ അഹങ്കാരം കാണിക്കുന്നത് അല്ലേ. ഇതിനു മുന്നേ ചായ हाय सर, हाय, या बढ़िया। केरला का है, दमचौक तक। हमको कारगिल जाना का है। कारगिल हाँ, कैसे जानो? वापस ले जाना पड़ेगा ना? ठीक है ठीक है। आपका नाम क्या था? मेरा अजित कुमार। किधर का है आप? यूपी का है? ठीक है, मिलेगा जी, ठीक है। So guys, we reach ദംചോക്ക്. ഇതാണ് കേട്ടോ ദംചോക്ക്. കൊള്ള, അടിപൊളി ദംചോക്ക്. ഹാജി अभी हम हानले से आ रहे हो. इधर से हम नाम मुबारक, BARAK. हाँ मुबारक है. राहुल बस. जिजिन, JIJIN. हाँ जी. मिशाल और एक MISHAL. हाँ जी. हाँ, 3 बाइक 4 आदमी. നമ്മളങ്ങനെ ഇന്ത്യയിലത്തെ ആദ്യത്തെ വില്ലേജ് ദംചോക്കിൽ നിന്നും യാത്ര പുറപ്പെടുകയാണ്. നമ്മൾ ഏകദേശം 1 മണിക്കൂറോളം ദംചോക്കിൽ ചിലവഴിച്ചു. ആ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ചൈന ബോർഡർ കേട്ടോ. അവരുടെ ആർമി ക്യാമ്പും ആ ഒരു റൈറ്റ് സൈഡിലാണ് വരുന്നത്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സർവൈലൻസ് ക്യാമറകൾ കാണാം. ഇന്ത്യയുടെ ബങ്കറുകൾ ഈ ഒരു മലയുടെ മുകളിലും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. തത്തമ്മേരെ കൂട് കണക്ക് കുഞ്ഞു ബങ്കറുകൾ ഇവരിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇനി തിരിച്ച് ഉംലിംഗ്ല വഴി ഹാൻലെ വഴി ലേയിലേക്ക് തിരിച്ചു പോവാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉണ്ടാകത്തുള്ളൂ. ओए एड़ा मोने याद है कल देखा था नीचे. हाँ मूसा हाँ കൊള്ളാല. നമ്മൾ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ വന്നല്ലോ. കൊള്ളാം, സെറ്റപ്പ് തന്നെ. അവിടെ പട്ടാളക്കാർ എന്തോ ചെയ്യുന്നുണ്ട് കേട്ടോ. കൊള്ളാം. ഇവിടെ പോവാം. ഗൈസ്, ഇവിടെ റൈറ്റ് സൈഡിൽ പിരമിഡ് പോലെ 3 മലകളുണ്ട് കേട്ടോ. ദൂരം നോക്കിക്കഴിഞ്ഞാൽ എക്സാക്ട്ലി പിരമിഡ് പോലെ തന്നെ ഇരിക്കും. അതൊരു പിരമിഡിൻ്റെ ആ ഒരു ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഹലോ ഗൈസ്, നമ്മളിനി പോകാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പെട്രോൾ പമ്പിലാണ് കേട്ടോ. ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പിലാണ് നമ്മളിതാ കയറാൻ പോകുന്നത്. ഇതാണ് ഏറ്റവും ഉയരം കൂടിയ പെട്രോൾ പമ്പ്, ഏറ്റവും ഉയരം കൂടുതൽ ഉള്ളത്. ഓക്കെ, താങ്ക് യു ഗൈസ്. അങ്ങനെ ഇനി നമ്മൾ കാർഗിലിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം കാർഗിലിലേക്ക് പോകാനായിട്ട് ഇനി 358 കിലോമീറ്റർ ഉണ്ട്. അപ്പം സമയം 7:30 ആയിട്ടുണ്ട് കേട്ടോ. 7:30 ആയപ്പോൾ നമ്മളിന്ന് കുറേ കറങ്ങിയതല്ലേ, കുറേ മലയൊക്കെ കയറി ഇറങ്ങി ഉംലിംഗിലേക്ക് പോയിട്ട് വന്ന് നല്ല ക്ഷീണമുണ്ട് കേട്ടോ. അപ്പോൾ രാത്രി നമ്മൾ പതിവേ ഇപ്പോൾ വണ്ടി ഓടിക്കാറില്ല. അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാനുള്ളൊരു സ്പേസ് നോക്കി ഇറങ്ങിയതാണേ. ഓക്കെ.